Next topic is theorems of probability. നോക്കാം നമുക്ക് definition of probability എന്ന് പറയുന്നത് already discussed ആണ്. The probability is defined as a relative frequency of occurrence of an event among the total number of events. അതായത് ഒരു total number of eventsൽ ഒരു particular event നടക്കുന്നതിന്റെ relative frequency-നെയാണ് probability എന്ന് പറയുക. In a random experiment, if there are n events and are mutually exclusive, the probability of each of the mutually exclusive event is given by 1 by n. അതായത് ഒരു റാൻഡം എക്സ്പെരിമെന്റിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് എന്ന് പറയുന്നത് n ആണ്. അത് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവന്റ് മറ്റൊരു ഇവന്റിനെ പ്രിവെന്റ് ചെയ്യുന്നു എന്നുള്ള കണ്ടീഷൻ. അതായത് രണ്ട് സൈമിൾട്ടേനിയസ്ലി നടക്കില്ല, അതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അപ്പോൾ ടോട്ടൽ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് എന്നും അത് കണ്ടീഷൻ എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഈച്ച് ഓഫ് ദ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്, അതിൽ രണ്ട് ഇവന്റ്സും നടക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് 1 by n ആയിരിക്കും. ഇതിന്റെ ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ലെറ്റ് there are two events occurring, let they be A and B. അതായത് രണ്ട് ഇവന്റ്സ് നടക്കുന്നുണ്ട്, അത് ഒരെണ്ണം എയും മറ്റൊന്ന് ബി ആയി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ then P of A, അതായത് probability of A is a measurable function satisfying the following axioms. അതായത് following condition, അതായത് P of there are two events occurring, രണ്ട് events occur ചെയ്യുന്നുണ്ട്. ആ രണ്ട് events എന്ന് പറയുന്നത് എയും ബി ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ, അത് ഇതിലെ ഒരു ഇവന്റ് നടക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് അതിന് സർട്ടൻ കണ്ടീഷൻസ് ഫോളോ ചെയ്യണം. അതിൽ ഫസ്റ്റ് വൺ ആണ് പി ഓഫ് എ ഈസ് ഓൾവേസ് നോൺ നെഗറ്റീവ്. എപ്പോഴും പി ഓഫ് എ എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ആയിരിക്കണം ആൻഡ് ലെസ് ദാൻ 1 ആയിരിക്കണം. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ലെസ് ദ ഇവന്റ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഡിവിഷൻ കഴിഞ്ഞ് കിട്ടുന്ന ആൻസർ 0 to 1 ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം, ഒരിക്കലും നെഗറ്റീവ് ആവരുത്. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് തിയറംസ് ഓഫ് പ്രോബബിലിറ്റി. 3 types of theorems ആണുള്ളത്. First one is additional theorem, second one is multiplication theorem, and third one is conditional probability theorem. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അഡീഷണൽ തിയറം ഡിസ്കസ് ചെയ്യാം. അഡീഷണൽ തിയറത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ഇവന്റ്സ് നടക്കുകയാണ്. അതായത് ഒരു കോയിൻ ടോസ് ചെയ്തു, ആ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ്സ് വീഴാം, ടെയിൽ വീഴാം. ആ രണ്ട് ഓപ്ഷനെ നമ്മൾ എ ആൻഡ് ബി ആയിട്ട് കൺസിഡർ ചെയ്താൽ ദ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ഐദർ എ ഓർ ബി, ചാൻസ് എന്താണ്? ഒന്നല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് എ അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ബി. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് ഈ പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ഐദർ എ ഓർ ബിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ഓക്കെ, അതിന്റെ അർത്ഥം എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ആവാം അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി ആവാം. അപ്പോൾ കളക്റ്റീവ്ലി നമ്മൾ പറയുന്നതാണ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ഇത് എന്ന് പറയുന്നത് ഈക്വൽ ടു ദ സം ഓഫ് ദ പ്രോബബിലിറ്റി ഓഫ് എ, ദാറ്റ് മീൻസ് പി ഓഫ് എ, ആൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ബി, that means P of B, minus the probability of A and B to occur together. Okay, നിങ്ങൾ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ പ്രോബബിലിറ്റി ഓഫ് occurrence ഓഫ് എ ഓർ ബി എന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. എന്തായിരിക്കും ചാൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രോബബിലിറ്റി ഓഫ് എ, അതായത് ഒരു ഇവന്റ് എ എന്ന് പറഞ്ഞ ഇവന്റ് നടക്കാം പ്ലസ് അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഇവന്റ് നടക്കാം. ഇതിൽ നിന്ന് ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരാനുള്ള ചാൻസസിനെ കുറച്ചതാണ് ഈ അഡീഷണൽ തിയറം എന്ന് പറയുന്നത്. ഇപ്പൊ ഇക്വേഷൻ ആയിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്: പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, താഴെ ഇക്വേഷൻ ആയിട്ട് കാണുന്നത്. ഈ എ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് ഇന്റർസെക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് യു മറിച്ചിട്ടുള്ളത്. ദാറ്റ് മീൻസ് അതിൽ രണ്ടും കൂടി നടക്കാനുള്ള ചാൻസ് വളരെ റെയർ ആണ്. പക്ഷെ ഈ ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത് പി ഇന്റർസെക്ഷൻ എ പി
പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഇവിടെ അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സിനെ സംബന്ധിച്ചിടത്തോളം 0 ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ നെഗ്ലിജിബിൾ ആണ്. അപ്പൊ അഡീഷണൽ തിയറത്തിൽ ആക്ച്വലി വരുന്നത് പി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എന്നാണ് ആൻസർ ചെയ്യുമ്പോൾ വരുന്നത്. കാരണം രണ്ടും കൂടി നടക്കാനുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇവന്റ് ആയതുകൊണ്ട് അത് തമ്മിൽ ഒരുമിച്ച് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് അത് നെഗ്ലിജിബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അഡീഷണൽ തിയറം എന്ന് പറയുമ്പോൾ ഇഫ് ദർ ആർ ടു ഇവന്റ്സ് എ ആൻഡ് ബി, the probability of occurrence of either A or B, that means A union B, is equal to probability of occurrence of A, that means P of A plus, and the probability of occurrence of B, that means P of B, and minus the probability of A and B to occur together. ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇക്വേഷനിൽ താഴെയുള്ള ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇൻറ്റു പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് കാണാം. അതിന് മുകളിൽ തിയറംസ് എഴുതിയിട്ടുള്ളത് ഓൾ ടുഗദർ സ്ക്വയർ ബ്രാക്കറ്റിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ആൻഡ് ബി വരാനും സാധ്യതയുണ്ട്, ബി ആൻഡ് എ വരാനുള്ള സാധ്യത രണ്ട് കേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ടാണ് അതങ്ങനെ എടുത്തിരിക്കുന്നത്. പക്ഷെ ഇക്വേഷനിൽ നമുക്കിതറിയാം നെഗ്ലിജിബിൾ ആണ്. Second one is multiplication theorem. It is valid in the case of independent events only. ഇത് multiplication theorem എന്ന് പറയുന്നത് applicable only in the case of independent events only. Okay, അപ്പോൾ probability of occurrence of A and B together, അതായത് രണ്ട് ഇവന്റ്സ് നടക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പോൾ P of A intersection will be equal to the product of the probability of independent events. അതായത് രണ്ട് സെപ്പറേറ്റ് ഇവന്റ്സും ഒന്നിനും ഡിപ്പെൻഡന്റ് അല്ല, അതുകൊണ്ട് തന്നെ രണ്ടും നടക്കാനുള്ള സൈമിൾട്ടേനിയസ്ലി നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് പറയും. അതായത് രണ്ട് ഇവന്റ്സും നടക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത് രണ്ടിന്റെയും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതായിരിക്കും. അതായത് പി ഓഫ് എ ആൻഡ് ബി അല്ലെങ്കിൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, that means probability of occurrence of A and B together is equal to probability of independent event A into probability of another independent event B. Okay, അപ്പോൾ product of A and probability of A and probability of B എന്ന് പറയാം. അപ്പോൾ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ probability of A intersection B is equal to probability of A into probability of B. ഇവിടെ ഒരു കൺസിഡർ ദ P is the probability of success in an experiment. നമുക്ക് ഒരു എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഓഫ് സക്സസ് എന്ന് P ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. അതിന്റെ പ്രോബബിലിറ്റി ഫെയിലിയർ ആയി. നമുക്ക് എപ്പോഴും സക്സസ് തന്നെ കിട്ടണം എന്നില്ല ഇൻഡിപെൻഡന്റ് ഇവന്റ് ആയാലും. അപ്പോൾ ഒരു ഇവന്റ് എന്ന് പറയുന്നത് സക്സസ് ആയിട്ടും നമുക്ക് അതിനെ P എന്നും മറ്റൊരു ഇവന്റ് ഫെയിലിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിനെ Q എന്നും റെപ്രസെന്റ് ചെയ്താൽ P പ്ലസ് Q ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ P എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ഒരു ഇവന്റിന്റെ സക്സസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ 1 മൈനസ് Q ആയിരിക്കും. അതായത് 1ൽ നിന്ന് ഫെയിലിയർ കുറച്ചതായിരിക്കും. Q എന്ന് പറയുന്നത് Q ഇസ് ഈക്വൽ ടു 1 മൈനസ് P ആയിരിക്കും. ഇനി ഫെയിലിയർ ആണ് കാണുന്നതെങ്കിൽ 1ൽ നിന്ന് സക്സസ് കുറച്ചതായിരിക്കും ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കണ്ടീഷണൽ പ്രോബബിലിറ്റി. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഓൺലി അപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് ഡിപ്പെൻഡന്റ് ഇവന്റ്സ്. മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്ന് പറയുന്നത് ഓൺലി അപ്ലിക്കബിൾ ഇൻ ഇൻഡിപെൻഡന്റ് കേസസിലാണ്, ഇൻഡിപെൻഡന്റ് ഇവന്റ്സിലാണ്. ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി മൾട്ടിപ്ലിക്കേഷൻ തിയറം ഒരിക്കലും ഡിപ്പെൻഡന്റ് ഇവന്റ്സിന് അപ്ലിക്കബിൾ ആവില്ല. കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഓൺലി ഫോർ ഡിപ്പെൻഡന്റ് ഇവന്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടു ഇവന്റ്സ് എ ആൻഡ് ബി ആർ സെഡ് ടു ബി ഡിപ്പെൻഡന്റ്. എ എന്ന് പറഞ്ഞ ഇവന്റും ബി എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ when B can occur only when A is known to have occurred or vice versa. അതായത് A and B എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് ഇവന്റ്സ് ആണെങ്കിൽ B നടന്നു എന്ന് പറയണമെങ്കിൽ ഓൾറെഡി A നടന്നു കഴിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ തിരിച്ചായാലും പറയാം
എ നടക്കണമെങ്കിൽ ബി നടന്നിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ ഇത് രണ്ടും ഡിപ്പെൻഡന്റ് ആയുള്ള ഇവന്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ the probability attached to such events is called conditional probability. ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി ആണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ കണ്ടീഷണൽ പ്രോബബിലിറ്റി അപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് ഡിപ്പെൻഡന്റ് ഇവന്റ്സ്. അതായത് എ ഒക്കർ ചെയ്യണമെങ്കിൽ ബി നടന്നിരിക്കണം, അല്ലെങ്കിൽ ബി ഒക്കർ ചെയ്യണമെങ്കിൽ എ നടന്നിരിക്കണം. ആ ഒരു കണ്ടീഷനിലാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. The probability attached to such an event is called conditional probability, and it is denoted by P probability of P B by A എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻ അതർ വേർഡ്സിൽ ഇതിനെ പ്രോബബിലിറ്റി ഓഫ് ബി ബൈ എ എന്ന് പറയുന്നത് വേർഡ്സിൽ പറയുകയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ ദാറ്റ് എ ഹാസ് ഒക്കേർഡ്. ഈ പ്രോബബിലിറ്റി ഓഫ് ബി ബൈ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ ദാറ്റ് എ ഹാസ് ഒക്കേർഡ്, അതായത് ബി നടക്കണമെങ്കിൽ എ ഒക്കർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇഫ് ടു ഇവന്റ്സ് A and B are dependent, the conditional probability of B given A has occurred is probability of B by A is equal to probability of A into B divided by probability of A. അതായത് ഇവിടെ പറയുന്നത് എ ആൻഡ് ബി എന്ന് പറയുന്നത് ഒരു ഡിപ്പെൻഡന്റ് ഇവന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഹാസ് ഒക്കേർഡ്, ബി സംഭവിക്കണമെങ്കിൽ എ നടന്നിരിക്കണം എന്നുള്ള കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം പി പ്രോബബിലിറ്റി ഓഫ് ബി ബൈ എ ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി, അതായത് എ ആൻഡ് ബി നടന്നിരിക്കാം ഡിവൈഡഡ് ബൈ പി ഓഫ് എ എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ conditional probability is equal to P of B by A is equal to P of A by B divided by P of A. അപ്പോൾ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ additional theorem is applicable in mutually exclusive events, and second multiplication theorem is applicable in independent events, and conditional probability theorem is applicable in dependent events. Okay, thank you.